Hey guys, അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ രാവിലെ എണീച്ച് നമ്മളിതാ കർട്ടനൊക്കെ ഒന്ന് പൊന്തിച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് നേരെ അടുക്കളയിലേക്കാണ് പോയിട്ടുള്ളത്. ഒരു കപ്പ് ചായ അത് രാവിലെ മസ്റ്റാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചായ ആയിട്ടൊന്ന് പുറത്തൊക്കെ പോയിരുന്ന് കുറച്ച് പേരൊന്ന് ആസ്വദിച്ചിട്ടാണ് കുടിച്ചത്. പിന്നെ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പായിരുന്നു. നമ്മളിവിടെ ഇതിന് ഓട്ടടാന്നിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് തേങ്ങയും പഞ്ചസാരയും പിന്നെ അതുപോലെ പാലുമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നു. അപ്പോൾ തലേ ദിവസം വർക്ക് ഉണ്ടായിരുന്നു തൊട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ അവിടേക്ക് ഇട്ടിട്ടാണ് പോകാറുട്ടോ. പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ ഉള്ളൂ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ 2 ബോട്ടിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ പായൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ സ്റ്റോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അക്വേറിയത്തിലൊക്കെ ഇടുന്ന അങ്ങനത്തെ സ്റ്റോൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ക്ലീൻ ചെയ്തു. ബ്രഷ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ബ്രഷ് തട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പായൽ ഫുള്ളായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പറ്റുന്നത്രയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ സ്റ്റോൺ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാണ്, മണി പ്ലാന്റ് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ബോട്ടിലും ഉണ്ടായിരുന്നു വാഷ് ചെയ്യാൻ. അപ്പോൾ മണി പ്ലാന്റ് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രില്ലായതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മോൾഡ് ഒന്ന് കഴുകാനുണ്ടായിരുന്നു. ഞാൻ റെസിൻ വർക്ക് ചെയ്തതിൻ്റെ മോൾഡ് ഞാൻ അങ്ങനെ വെച്ചിരുന്നു. അത് കഴുകാൻ ഞാൻ മറന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പണി കിട്ടി. അതിൽ ഫുള്ളായിട്ട് അതൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരം തന്നെ അതൊന്ന് കഴുകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്താൽ നമ്മൾ അത് അപ്പം തന്നെ കഴുകി വെക്കണതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ എനിക്കതുപോലെ നല്ല പണി കിട്ടി. ഞാൻ കീ ചെയിൻ ചെയ്യേണ്ടതിൽ കുറച്ച് ബാലൻസ് എന്ന റെസിൻ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ തന്നെ മറന്നിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് കണ്ടത് അതെടുത്തപ്പോൾ ആ കീ ചെയിൻ ഇടുന്ന ഹോള് കൂടെ പറഞ്ഞു പോന്നു. അപ്പോൾ ഇനി അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ ചെയിൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ ഇടണം. അപ്പോൾ അങ്ങനെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കഴുകി വെക്കണം ഏറ്റവും ബെറ്റർ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ മറന്നു പോയിരുന്നു. ഞാൻ അങ്ങനെ അതിൽ ഒഴിച്ച് വെച്ചതിന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു സ്ട്രഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വല്ലാതെ ഒന്നും യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞാൻ വേറെ അതിനൊരു ടോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഏതൊക്കെയിലൊക്കെ പെയർ ചെയ്യാൻ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്നും സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഒരു ടോപ്പ് പോലെയൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പകുതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീൻ കേട് വന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ വെച്ച് നേരെ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ പണിയിലേക്കായിട്ട് പിന്നെ പോയത്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ തോർന്നത് റൂമിലൊക്കെ അങ്ങനെ കൊടുന്നുട്ടോ. പിന്നെ അങ്ങനെ ഫാൻ ഇടുന്നതുകൊണ്ട് ആ കാറ്റുകൊണ്ട് അങ്ങനെ ഉണങ്ങാറാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ലോഗോ കട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രിൻ്റ് എടുക്കുമ്പോൾ ബാലൻസ് ചെയ്യുന്ന ഭാഗത്തൊക്കെ എൻ്റെ ലോഗോ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യണ സമയത്തൊക്കെ അത് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു പണിയേക്കാറും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യാറ്. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ ഓർഡർ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നല്ലോ, എന്നാലും ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ അങ്ങനെ പോയിട്ട് എഡിറ്റ് ചെയ്യാറാണ്. ഒറ്റ ഇരിപ്പിനൊന്നും എഡിറ്റ് ചെയ്ത് തീർക്കാറില്ല. ഞാൻ നല്ല സമയം എടുത്തിട്ടേ ചെയ്യാറുള്ളൂ. ഒറ്റ ഇരിപ്പിനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് അങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത പണി. പിന്നെ നമ്മളിത് ആ മോൾഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചായയൊക്കെ വെക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ സമയം 4:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എനിക്ക് കട്ടൻ ചായയാണ് താല്പര്യം. അപ്പോൾ ഞാനങ്ങനെ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു.
അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്താൻ തന്നെയുള്ളൂ.